സെമി കണ്ടക്ടർ വിപ്ലവത്തിന് കരുത്തേകാൻ നരേന്ദ്രമോദി സർക്കാർ. സെമികോൺ 2.0 പദ്ധതിക്ക് 1,27,000 കോടി രൂപ അനുവദിച്ചു. രണ്ടാം ഘട്ടം സെമി കണ്ടക്ടർ പദ്ധതിക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത്. 2021 മുതലാണ് സെമി കണ്ടക്ടർ മിഷന് ഭാരതത്തിൽ തുടക്കമായത്. ആദ്യഘട്ടത്തിൽ അനുവദിച്ചതിന്റെ ഇരട്ടിയോളം തുകയാണ് ഇത്തവണ പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 76,000 കോടി രൂപയാണ് ഒന്നാം ഘട്ടത്തിൽ വകയിരുത്തിയിരുന്നതെങ്കിൽ സെമികോൺ ഇന്ത്യ 2.0 പദ്ധതിക്ക് 1.27 ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആഭ്യന്തര ഇലക്ട്രോണിക്സ് ഉൽപാദന രംഗത്ത് കാര്യക്ഷമമായ പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികളായിരിക്കും സെമികോൺ ഇന്ത്യ 2.0 വിഭാവനം ചെയ്യുക. सेमिकॉन 2.0 1,27,500 करोड़ रुपए का सेमिकॉन 2.0 आज माननीय प्रधानमंत्री जी ने अप्रूव किया. हम सब जानते हैं कि सेमीकंडक्टर इंडस्ट्री एक फाउंडेशनल इंडस्ट्री है जो कि आज जितनी भी मैन्युफैक्चरिंग होती है, चाहे आपके हाथ में जो मोबाइल फोन है, जो कैमरा है, घर में फ्रिज, टीवी, एसी, स्कूटी, कार, ट्रेन, चाहे मिसाइल्स हो, कुछ भी हो, सब में सेमीकंडक्टर चिप्स लगती है. इसके लिए आज और इलेक्ट्रॉनिक्स अपने आप में बहुत ही एक बड़ा फैक्टर बन के उभरा है. तो इलेक्ट्रॉनिक्स की अब पूरी चेन, वैल्यू चेन अब कवर होगी. സെമി കണ്ടക്ടർ വ്യവസായത്തിന്റെ സപ്ലൈ ചെയിനുകൾ ശക്തമാക്കുക, നിർമ്മാതാക്കൾക്ക് 30% ഇൻസെന്റീവ് അനുവദിക്കുകയും കയറ്റുമതി പ്രോത്സാഹനം നൽകുകയും ചെയ്യുക എന്നീ പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത്. 105 സ്റ്റാർട്ടപ്പുകളാണ് നിലവിൽ ഭാരതത്തിലുള്ളത്. സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ഗവേഷണ വികസന പദ്ധതികൾ നടപ്പാക്കുകയും പദ്ധതി ലക്ഷ്യമിടുന്നു. 28 നാനോമീറ്റർ മുതൽ 110 നാനോമീറ്റർ വരെയുള്ള മൈക്രോചിപ്പുകൾ നിർമ്മിക്കുന്നതിനാണ് പ്രോത്സാഹനം നൽകുക. ഗവേഷണ വികസന രംഗത്ത് 315ഓളം യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. 4 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് രണ്ടാം ഘട്ട പദ്ധതി വഴി വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.